ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2:13 വരെയുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലെ വിഷയം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന യഹൂദനും വിശ്വസിക്കുന്ന ജാതിയും ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ജാതികളെ യഹൂദന്മാർ അഗ്രചർമ്മികൾ എന്ന് പരിഹസിച്ച് വിളിച്ചിരുന്നു. യഹൂദന്മാർ എന്നത് ദൈവത്തിന്റെ ഒരു പ്രത്യേക ജനമായിരുന്നു. അവർക്ക് പ്രത്യേകമായ ഒരു രാജ്യമുണ്ടായിരുന്നു, അവർക്ക് പ്രത്യേകമായ പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് പിതാക്കന്മാരുണ്ടായിരുന്നു. ദൈവം രാജാവായിരിക്കുന്ന രാജ്യത്തിലാണ് അവരായിരിക്കുന്നത് എന്നുള്ള എല്ലാ അഹങ്കാരവും അഹന്തയും അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള യഹൂദന്മാർ മറ്റു ജാതികളായിരുന്നവരെ ഏറ്റവും താഴ്ന്ന ഒരു നിലയിലായിരുന്നു പരിഗണിച്ചിരുന്നത്. അപ്പം ജാതികളെ അവർ അഗ്രചർമ്മികൾ എന്ന് പരിഹസിച്ച് വിളിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ജാതികൾക്ക് യഹൂദന്മാർക്ക് നിയമങ്ങളും പ്രമാണങ്ങളും രക്ഷയ്ക്കുതകുന്ന എല്ലാ പ്രമാണങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ ജാതികൾക്ക് രക്ഷയ്ക്കുതകുന്ന ഒരു പ്രമാണവും ഇല്ലായിരുന്നു, അല്ലെ? അപ്പം ആ നാശത്തിനും നരകത്തിനും മാത്രം യോഗ്യതയുള്ളവരായിരുന്നു ജാതികൾ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. എഫേസ്യയിലെ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ നേരത്തെ അപ്പം ജാതികളായിരുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവിടെ 5 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു, ലോകത്ത് ദൈവമില്ലാത്തവരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ഇല്ല എങ്കിൽ രക്ഷകനില്ല, ആ രക്ഷയ്ക്കുതകുന്ന ഒരു മാർഗവും അവർക്കില്ല, ഈ ജീവിതത്തിൽ അവർക്ക് യാതൊരു ജീവിതത്തിനൊരു അർത്ഥമില്ല, അതുപോലെ തന്നെ ഒരു ഡെസ്റ്റിനേഷനും ഇല്ല. ഡെസ്റ്റിനേഷൻ ഉണ്ട്, പക്ഷെ ഒരു പ്രത്യാശയോടുകൂടിയുള്ള ഒരു നല്ല ഡെസ്റ്റിനേഷനും ഇല്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. അപ്പൊ അവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിൽ നിന്നും ദൈവത്തിൽ നിന്നും ദൂരസ്ഥരായിരുന്നു. അങ്ങനെ ദൂരസ്ഥരായിരുന്ന ജാതികളായിരുന്നവരെ ദൈവം ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരാക്കി തീർത്തു. ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിച്ചു. ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരാക്കി. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതിയോട് പോലും സംബന്ധമില്ലാത്തവരായിരുന്നു, അവരുമായി സമാധാനമില്ലാത്തവരായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തോടും സമാധാനമില്ലാത്തവരായിരുന്നവരെ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരാക്കി തീർത്തു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്ക് 14, 15, 16 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. അതിനിടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. നാം രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു നിമിഷം കൊണ്ട് സാധിക്കുന്ന സംഗതിയാണേലും അതിനകത്ത് വലിയ മഹത്തായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവിടെ പറയുന്നു അവൻ നമ്മുടെ സമാധാനം. ഈ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ആ ഒരു പ്രവൃത്തി, കാൽവറി ക്രൂശിലെ പ്രവൃത്തി നമുക്ക് എങ്ങനെ സമാധാനകരമായി തീർന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വായിച്ചു, അവൻ നമ്മുടെ സമാധാനം. ക്രിസ്തു നമ്മുടെ സമാധാനം. മീഖയുടെ പ്രവചനത്തിലെ
ആ ഒരു പൂർത്തീകരണമാണ് നമ്മളിവിടെ കാണുന്നത്. മീഖ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും അതുപോലെ തന്നെ 5-ാം വാക്യത്തിന്റെ ആദ്യ ഭാവവും നമ്മൾ കാണുമ്പോൾ ക്രിസ്തു ഒരു സമാധാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് അവർക്കൊന്നും അത് അറിവായിരുന്നില്ല, അത് മർമ്മമായിരുന്നു. പക്ഷെ അത് ക്രിസ്തുവിന്റെ ആ കാൽവറി ക്രൂശിലെ മരണത്താൽ ആ വാഗ്ദത്തം നിവർത്തിയാക്കപ്പെട്ടു. ഒന്ന് വായിച്ചു പോകാം. മീഖായുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യവും അതുപോലെ 5-ാമത്തെ ആദ്യത്തെ ഭാഗവും. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവർ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനവും തന്നെ. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ. എന്നിട്ട് 5-ന്റെ 5 പറയുന്നു അവൻ സമാധാനമാകും. അപ്പൊ ഒരു ക്രിസ്തു അവിടെ സമാധാനമാകും എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു മനുഷ്യൻ സകല ലോകത്തിനും വേണ്ടി സമാധാനം ആയി തീർന്നു. അതുപോലെ തന്നെ യെശയ്യാ വായിക്കുന്നില്ല, യെശയ്യാവിന്റെ പുസ്തകം 9-6 പറയുന്നു അവൻ സമാധാന പ്രഭു. അല്ലെ, ക്രിസ്തു സമാധാന പ്രഭുവാണ്. വിശ്വസിക്കുന്ന യഹൂദന്മാരെയും വിശ്വസിക്കുന്ന ജാതികളെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് സമാധാനം ആക്കി തീർത്തു. ക്രിസ്തുവിന്റെ ശരീരത്താൽ ഏക ശരീരത്താൽ ഒന്നായി ചേർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തു സമാധാനം ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ക്രിസ്തു സമാധാനവുമാണ്. അവിടെ ക്രിസ്തു എങ്ങനെയാണ് ആയത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഇരുപക്ഷത്തെയും ഒന്നാക്കി, അല്ലെ. പിന്നെ ചട്ടങ്ങളും കൽപ്പലകളുമായ ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടായിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു. പിന്നെ ക്രൂശന്മേ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനെ ഇരുപക്ഷത്തെയും ദൈവത്തോട് നിരപ്പിച്ചു. വലിയ ഒരു പ്രവൃത്തിയാണ് ക്രിസ്തു അവിടെ ചെയ്തത്. അപ്പൊ ഒന്നാമത് നമ്മൾ ആദ്യം കാണുന്നത് ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇരുപക്ഷം എന്ന് പറയുമ്പോൾ യഹൂദനും ജാതിയും ഒന്നാക്കി തീർത്തു. ഇപ്പോൾ ക്രിസ്തുവിന്റെ മരണശേഷം യഹൂദനോ ജാതിയോ എന്ന വ്യത്യാസമില്ല. ഇപ്പോൾ പറയുന്ന ക്രിസ്തുവിലുള്ളവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന ഒരു വിഭാഗം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, യഹൂദ ക്രിസ്ത്യാനികൾ എന്നോ ജാതികളിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ എന്നോ പറയുന്നത് പോലും ശരിയല്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അങ്ങനെ ആ ഒന്ന് നമ്മളങ്ങനെ വിളിക്കുന്നത് പോലും ശരിയല്ല. നമ്മൾ പിന്നെ ഒരു പഠിക്കുന്നതിന് ഒരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി എഫേസ്യ ക്രിസ്ത്യാനികൾ ജാതികളായിരുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ക്രിസ്തുവിൽ എന്ന പദവിയാണ്, ക്രിസ്ത്യാനികൾ എന്ന പദവിയാണ് ഉള്ളത്. അപ്പൊ ഇരുപക്ഷത്തെയും ഒന്നാക്കി, യഹൂദന്മാരെയും ജാതികളെയും ക്രിസ്തു ഒന്നാക്കി തീർത്തു. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. അപ്പം മതിൽ ഇടിച്ചു മാറ്റി, തകർത്ത് കളഞ്ഞ, ബ്രേക്ക് ദ ഡിവൈഡിങ് വാൾ. മതിൽ എന്നത് ആക്ഷരികമായ മതിലല്ല, പക്ഷെ ആക്ഷരികമായും മതിൽ ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് സാമൂഹ്യവും മതപരവും ആത്മീകപരവുമായ മതിലുകൾ ഉണ്ടായിരുന്നു. അതൊന്നും അങ്ങനെ ആക്ഷരികമായ മതിലുകൾ ആയിരുന്നില്ല. എന്ന് പറഞ്ഞാല് നമ്മള് മോശയുടെ ന്യായപ്രമാണങ്ങളെ, കൽപ്പനകളെ, ഇതൊക്കെ എന്ന് പറഞ്ഞ റിലീജിയസ് വാൾ ആയിരുന്നു, അല്ലെ ഒരു സെപ്പറേഷൻ ആയിരുന്നു ഉള്ളത്. കാരണം യഹൂദന്മാർക്ക് ന്യായപ്രമാണമുണ്ട്, നിയമങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. മറ്റു ജാതികളെ നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അതൊരു സെപ്പറേഷൻ ആയിരുന്നു. സോഷ്യലായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അവർക്കൊരു നഗരം ഉണ്ടായിരുന്നു, ദൈവം രാജാവായിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ അംഗങ്ങളായിരുന്നു അവര്. അങ്ങനെയൊക്കെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു സോഷ്യലായിട്ട്, അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ട്, പിന്നെ സ്പിരിച്വൽ ആയിട്ട് ഉണ്ടായിരുന്നു. യഹൂദന്മാര് ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നു, ജാതികൾ പുറജാതികളായിരുന്നു, അവർക്ക് ദൈവവുമായി ഒരു സമ്പർക്കവും ഇല്ലാതിരുന്നു. അപ്പൊ ഇത് ആക്ഷരികമായ മതിലുകൾ അല്ലായിരുന്നു എങ്കിലും അതൊരു എന്താ പറയുന്ന ഒരു അദൃശ്യമായ മതിലുകൾ അവിടെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ യെരൂശലേം ദേവാലയത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിലും യഹൂദന്മാർ ദൈവത്തെ ആരാധിച്ചത് ദേവാലയത്തിലായിരുന്നു.
യഹൂദന്മാരിൽ അല്ലാതെ അവിടെ ആർക്കും അവിടെ വരുവാനായിട്ട് കഴിയുമായിരുന്നില്ല. ഇവൻ യഹൂദന്മാരിൽ മറ്റു ജാതികളിൽ നിന്ന് യഹൂദന്മാരായി തീർന്നവർക്ക് പോലും യഹൂദന്മാർക്കുള്ള പ്രാകാരത്തിൽ പോകുവാനായിട്ട് കഴിയുമായിരുന്നില്ല. യെരുശലേം ദേവാലയത്തിൽ യഹൂദന്മാരുടെ പ്രാകാരം, ജാതികളുടെ പ്രാകാരം, സ്ത്രീകളുടെ പ്രാകാരം എന്നൊക്കെയുള്ള വേർപാട് ഉണ്ടായിരുന്നു. അതിന് ബൗണ്ടറികൾ ഉണ്ടായിരുന്നു, വോളൊക്കെ ഉണ്ടായിരുന്നു. ഈ ജാതികളിലുള്ളവർ യഹൂദന്മാരുടെ പ്രാകാരത്തിൽ കടക്കുന്നത് തന്നെ മരണശിക്ഷയ്ക്ക് യോഗ്യമായിരുന്നു. അതുകൊണ്ട് ആരും അവിടെ പ്രവേശിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വാൾ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ അവിടെ നിലനിന്നിരുന്നു. അതുപോലെ നമുക്കറിയാം ക്രിസ്തുവിന്റെ മരണത്തിങ്കൽ ഈ ആശ്ചര്യമായും ഈ എന്താ പറയുന്ന ആ അദൃശ്യമായിരുന്നുമായ മതിലുകളൊക്കെയും ഇടിച്ചു മാറ്റപ്പെട്ടു. മതിൽ ഇടിച്ചു മാറ്റിയിട്ട് അവിടെ ഒരു പാലമായി ക്രിസ്തു മാറി, അല്ലെ? ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർക്കുന്ന പാലം. മതിലുകൾ എപ്പോഴും സെപ്പറേഷൻ ആയല്ലേ? പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പോയി നാട്ടിലൊക്കെ നമ്മൾ വളർന്ന സാഹചര്യങ്ങളിലൊക്കെ വീടുകൾക്ക് മതിലുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം മതിലുകൾ ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ്. എല്ലാത്തിനും ഒരു മതിലുകളുണ്ട്. നമ്മൾ ഇവിടുത്തെ കാര്യം പിന്നെ പറയണ്ട, എല്ലാവർക്കും മതിലുണ്ട്. പക്ഷെ ഈ മതിലുകൾ എന്ന് പറയുന്ന മനുഷ്യനെ തമ്മിൽ സെപ്പറേറ്റ് ആക്കും, ഇൻഡിപെൻഡൻസ് ആണ്, അല്ലെ? പക്ഷെ ആ മതിലുകളെല്ലാം പൊടിച്ചു കളഞ്ഞ്, ചില സമയത്ത് വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും കോവിഡിന്റെ സമയത്തും മതിലുകളൊന്നും ഇല്ലായിരുന്നല്ലേ? ഈ ആശ്ചര്യമായ മതിലുകൾ അല്ലാതെ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിലും മതിലുകളുണ്ട്, അല്ലെ? പല ജാതികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള ഭാഷകൾ, സമുദായങ്ങള്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ എല്ലാ സമയത്തുമുണ്ട്. പക്ഷെ ക്രിസ്തുവിലുള്ളവർക്ക്, ക്രിസ്തു നമുക്ക് വേണ്ടി ആ മതിലുകളെല്ലാം ഇടിച്ചു കളഞ്ഞ് ഒരു പാലം പണിത്. പാലം എന്ന് പറയാൻ എല്ലാവർക്കും അതിലെ കയറിപ്പോകാം, ഒരു വ്യത്യാസവുമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഒരേ ആ മതിലുകളെല്ലാം മാറ്റി. നമുക്കറിയാം യെരുശലേം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണസമയത്ത് യെരുശലേം ദേവാലയത്തിലെ ആ തിരശീല രണ്ടായി കീറി. എങ്ങനെയാ അത് കീറി? താഴേന്ന് മേളിലോട്ടാണോ കീറി? ഇല്ല, മുകളിൽ നിന്ന് താഴോട്ട് കീറി. എന്ന് വെച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്കാർക്കും ചെയ്യുവാൻ പറ്റാത്തൊരു പ്രവൃത്തി ദൈവം ചെയ്തു എന്ന് മനസ്സിലാക്കിയാണ് താഴെ നിന്നല്ല മുകളിൽ നിന്ന് താഴോട്ട് കീറി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലുള്ളവർക്ക് ഇനി യാതൊരു മതിലുകളും ഒരു സെപ്പറേഷനും ഇല്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി ചേരുക. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ആ വലിയൊരു മതില്, ആ സോഷ്യലായിട്ടുള്ളതും റിലീജിയസ് ആയിട്ടുള്ളതും സ്പിരിച്വലായിട്ടുമുള്ള എല്ലാ മതിലുകളും ഇടിച്ചു കളഞ്ഞിട്ട് എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നായി തീർത്തു. പക്ഷെ ഞാൻ പറയാം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് മതിലുകൾ ഇല്ലാതായി തീർന്നത്. അപ്പം ക്രിസ്തുവിൽ ഇല്ലാത്തവർക്ക് ഇപ്പോഴും മതിലുകൾ ശേഷിച്ചിരിക്കുന്നു. ആ മതിലുകളെല്ലാം ക്രിസ്തുവിന്റെ നാമത്തിങ്കൽ ഇടിഞ്ഞു മാറിപ്പോകണം. അത് കഴിഞ്ഞ് നമ്മള് യഹൂദനും ജാതിയും, ഏത് മതിലുകളൊക്കെ ആയിരുന്നു? യഹൂദനും ജാതിയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള മതിലുണ്ടായിരുന്നു. യഹൂദൻ എന്ന മതിലും ജാതി തമ്മിലുള്ള മതിലുണ്ടായിരുന്നു. അതുപോലെ മനുഷ്യരും ദൈവവും തമ്മിൽ ഒരു മതിലുണ്ടായിരുന്നു. അപ്പം മനുഷ്യരും ദൈവവും തമ്മിലുള്ള മതിൽ എന്താണ് കാരണം? പാപമാണ് അതിന് കാരണമെന്ന് പറയുന്നത്. അപ്പം മനഃപൂർവമായിട്ടല്ലെങ്കിൽ, ഇവിടെ പറഞ്ഞു ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതാക്കി, ചട്ടങ്ങളും പ്രമാണങ്ങളുമായി നിയമങ്ങളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതാക്കി എന്നാ പറഞ്ഞത്. മനഃപൂർവമായിട്ടല്ലെങ്കിലും ന്യായപ്രമാണം ഈ ശത്രുതയ്ക്കൊക്കെ കാരണമായി തീർന്നു. അതെങ്ങനെയാ ഈ ശത്രുതയ്ക്ക് കാരണമായി തീർന്ന ന്യായപ്രമാണം? പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവം കൊടുത്തതാണ് ന്യായപ്രമാണം. നമുക്കറിയാം ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നു.
ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന നല്ലതും വിശുദ്ധവും തന്നെ എന്ന് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലേ. അപ്പൊ ആ വിശുദ്ധമായ, ആ ആത്മീകമായ, ആ നല്ലതായ ന്യായപ്രമാണം എങ്ങനെയാണ് ശത്രുത്വമാക്കി തീർന്നത്, അല്ലെ ശത്രുത്വമായി തീർന്നത്? അത് എന്തെന്ന് പറഞ്ഞാൽ, ദൈവം വിശുദ്ധമായി കൊടുത്തതായിരുന്നു, പക്ഷേ മനുഷ്യൻ ആ രീതിയിൽ കാണുവാനായിട്ട് കഴിയാത്തതിനാൽ സെപ്പറേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ന്യായപ്രമാണം എന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയാണ് കാണിക്കുന്നത്. ന്യായപ്രമാണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്റെ പാപങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധി വെളിവാക്കുന്നതിനോടൊപ്പം തന്നെ എന്റെ പാപ സ്വഭാവത്തെയും അത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ പാപ സ്വഭാവത്തെ കാണിക്കുമ്പോൾ, ഞാൻ ന്യായപ്രമാണം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ആ ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലുവാൻ എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യൻ പാപത്തിന് അധീനരായിരിക്കുന്ന അവസരത്തിൽ അവരുടെ പാപത്തെ കാണി. ഈ പാപം ചെയ്ത മനുഷ്യൻ, ദൈവത്തിന്റെ പരിശുദ്ധി ഇല്ലാത്ത മനുഷ്യൻ, ഈ പാപമായ ആ സ്വഭാവം മൂലം ആ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കി, അല്ലെ? അപ്പൊ ഈ ക്രിസ്തുവിൽ ഉള്ളവർക്ക്, നമുക്കും അവർക്കും എല്ലാം ഈ പ്രമാണമാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെ? ആ പ്രമാണം തന്നെ ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആ പാപ സ്വഭാവമുള്ള മനുഷ്യനെ ആ ജാതിയും യഹൂദന്മാരും തമ്മിലുള്ള ഒരു വേറുകൃത്യമുണ്ടായിരുന്നു. നമുക്കറിയാം, പരീശന്മാര് അവരെ എരിവുള്ളവരായിരുന്നു, നമ്മെക്കാളും ദൈവത്തെ വിശ്വസിച്ചവരായിരുന്നു. എന്തുകൊണ്ടാണ് അവര് അവരാ ന്യായപ്രമാണം അതുപോലെ ചെയ്യുവാനായിട്ട് ഇച്ഛിച്ചിരുന്നു. ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവരുടേതായ രീതിയിൽ അതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ശബത്ത് ദിവസത്തിൽ 1 മൈലിൽ കൂടെ നടക്കുക, 1 മൈലല്ല 1 കിലോമീറ്റർ കൂടുതൽ നടക്കാനായിട്ട് ഒക്കത്തില്ല. അങ്ങനെ വരുമ്പോ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ പകുതി വരെ നടക്കാനൊക്കത്തുള്ളൂ, അത് കഴിഞ്ഞ് നിനക്ക് തിരിച്ചു വരണം. ഇങ്ങനെയൊന്നും ന്യായപ്രമാണത്തില്ല. അപ്പൊ അവർക്ക് ചെയ്യാൻ കഴിയാത്തതിനെ അവര് വളച്ചൊടിച്ച് അവർക്ക് ചെയ്യാവുന്ന രീതിയിൽ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവം എന്തു പറഞ്ഞോ അതിനെതിരായി അവര് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞെങ്കിലും എത്രയോ കാര്യങ്ങൾ അവർ വളച്ചൊടിച്ച് അതിനെ അങ്ങനെയാക്കി തീർത്തു. അങ്ങനെ പറയുമ്പോൾ ഇവിടെ എല്ലാത്തിലും സെപ്പറേഷൻ ആണ് വന്നത്. ദൈവം പരിശുദ്ധമായി കൊടുത്തിട്ട് ന്യായപ്രമാണം, ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ്, പാപം നിറഞ്ഞ മനുഷ്യനെ അതിനെ അതുപോലെ കീപ്പ് ചെയ്യുവാനും അതുപോലെ മനസ്സിലാക്കാനും കഴിയാതിരുന്നപ്പോൾ അത് ന്യായപ്രമാണം എന്ന ശത്രുത്വമായി മാറി. കാരണം യഹൂദന്മാര് പറയുന്നത്, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ ജാതിയാണ്, ഞങ്ങൾക്ക് വാഗ്ദത്തങ്ങളുണ്ട്, ഞങ്ങൾക്ക് നിയമങ്ങളുണ്ട്, ഞങ്ങൾക്ക് പിതാക്കന്മാരുണ്ട്, നിങ്ങൾക്ക് ഇവരാരുമില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെക്കാളും വ്യത്യസ്തരാണ്. അതുകൊണ്ട് ഒരു യഹൂദനും ഒരു ജാതിയെ തന്നോട് ചേർക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ജാതികളെന്ന് പറയുന്നത് ആ നാശത്തിനും നരകത്തിനും യോഗ്യത ഉള്ളവരായിരുന്നു എന്ന് അവർ വിശ്വസിച്ചു. കാരണം ഇവർക്ക് ഇതെല്ലാം കൊടുത്തത് കൊണ്ടല്ലേ അവരാ ന്യായപ്രമാണത്തിൽ അഹങ്കരിച്ചിരുന്നത്. അങ്ങനെ ആയിരുന്നപ്പോൾ ഈ ദൈവം നല്ലതിനായിട്ട് കൊടുക്കുന്ന കൽപ്പന, പൗലോസും പറയുന്നത് എനിക്ക് മരണഹേതുവായി തീർന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 7-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള കാര്യം. ദൈവത്തിന്റെ പരിശുദ്ധിയെ വെളിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മനുഷ്യന്റെ പാപമുണ്ട്. ഈ പാപം ചെയ്ത മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തിന്റെ കൽപ്പനകളെ അതുപോലെ പ്രമാണിക്കാൻ കഴിയാത്തത് മൂലം അവര് തമ്മില് സെപ്പറേഷൻ ആയിട്ട് നമ്മുടെ മനസ്സിലും മതിലായി, അക്ഷരികമായും മതിലായി മാറി. വായിക്കാം. റോമാലേഖനം 7-ന്റെ 12, 13, 14. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധ, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അതെന്തുകൊണ്ടാണ് എനിക്ക് മരണകാരണമായി തീർന്നത്? എന്നാൽ ഇതെല്ലാം നല്ലത് തന്നെയാണ്, എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ? ഒരു നാളും അരുത്. പാപം അത്രയും മരണകാരണമായി തീർന്നത്, അത് നന്മയായുള്ളതിനെ എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ.
ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നു, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. അപ്പം ന്യായപ്രമാണം ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആണ്. പക്ഷെ മനുഷ്യന്റെ പാപത്തെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ന്യായപ്രമാണം ഇല്ലാതിരുന്നപ്പോൾ പാപം ഇല്ലായിരുന്നു, കാരണം പാപത്തെ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇവർക്ക് ന്യായപ്രമാണം ലഭിച്ചു, പക്ഷേ അതൊരു ശത്രുതയായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. എന്തുകൊണ്ടാ? കല്ലായ ഹൃദയമായിരുന്നു. അവർക്ക് ദൈവത്തിന്റെ ഹോളി സ്റ്റാൻഡേർഡിനെ മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നത് മൂലം യഹൂദന്മാരും ജാതികളും എന്നുള്ള സെപ്പറേഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം കർത്താവ് ക്രൂശിൽ വെച്ച് ആ ശത്രുത്വം ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതാക്കി. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും വായിച്ചിരുന്നു റോമലേഖനം 9:4-5. യഹൂദന്മാരെ ദൈവത്തിന്റെ നല്ല ജനമായിരുന്നു, ഇസ്രായേലിലാണ് പുത്രത്വവും തേജസ്സും വാക്തങ്ങളും ഒക്കെ ഉണ്ട്, വായിക്കുന്നില്ല. അപ്പം അതുപോരാതെ മശിഹായും അവരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അപ്പൊ അവർക്ക് പറയാനായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീർന്നു. അതെ, റോമർ 10:4 അത് പറയുന്നത്. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീർന്നു. അപ്പൊ ഈ ശത്രുത്വതയ്ക്ക് കാരണമായിരുന്ന ന്യായപ്രമാണം. അപ്പൊ അവർക്ക് നമ്മൾ നോക്കിയാൽ രാജ്യപരമായി നശ്യമായി നോക്കിക്കഴിഞ്ഞാൽ യഹൂദജനം മറ്റുള്ള ജാതികളെല്ലാം വ്യത്യസ്തരായിരുന്നു. അവരുടെ രാജ്യം വേറെ, അവർക്ക് ഭരണകൂടം വേറെ, അവരുടെ നിയമങ്ങൾ വേറെ, അവരുടെ കൽപ്പന വേറെ. ഈ ശത്രുത്വം മുഴുവൻ സോഷ്യലായിട്ടുള്ളതും റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ ശത്രുത്വം ഇല്ലാതാക്കി കർത്താവ് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അപ്പൊ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം. റോമർ 10:4 വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ആർക്കാണ് അവസാനമായി തീർന്നത്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം. ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത എല്ലാവർക്കും ഇപ്പോൾ ന്യായപ്രമാണം ശത്രുത്വമായി തന്നെ നിലകൊള്ളുന്നു. നമ്മൾ പാലം ഇട്ടെന്ന് പറഞ്ഞാൽ പാലത്തെ കൂടെ കയറിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. പാലം ഓൾറെഡി അവിടെ കിടപ്പുണ്ട്, പക്ഷെ എനിക്ക് പാലമുണ്ട്, ഞാൻ അവിടെ ദൂരത്തുനിന്ന് പാലത്തെ കണ്ടിട്ട് പാലത്തിനുള്ള പ്രയോജനം, പാലം ഉണ്ടാക്കിയത് കൊണ്ടുള്ള പ്രയോജനം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പാലത്തെ കയറി കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ള പ്രയോജനമുള്ളൂ. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീർന്നത്, പറയുന്നവർക്കല്ല, വിശ്വസിക്കുന്നവർക്ക്. അപ്പം ന്യായപ്രമാണ ലംഘനത്താൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീർന്നത്? അപ്പൊ ന്യായപ്രമാണത്താൽ ലംഘനത്താൽ, അപ്പൊ ന്യായപ്രമാണത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും അല്ലേ. 613 ചെറുതും, നമ്മൾ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞാലും അത് 10 ഉള്ളായിരുന്നു. 613 ചെറുതും വലുതുമായ കൽപ്പനകൾ ഉൾപ്പെട്ടതായിരുന്നു ന്യായപ്രമാണം എന്ന്. ഓരോ കൽപ്പന ലംഘിക്കുന്നതിനും നമ്മൾ ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം എല്ലാം വായിക്കുന്നുണ്ട്. ഓരോ കൽപ്പനകൾ ലംഘിക്കുന്നതിനും അതിന് അതിൻ്റെതായ ശിക്ഷകൾ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ കൽപ്പനകൾ കൊടുക്കാത്തിടത്ത് മോശ ദൈവത്തോട് നേരിട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് കൽപ്പനയില്ലല്ലോ, ഞങ്ങൾ എന്തോ ചെയ്യണമെന്നല്ലേ. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ശിക്ഷകൾ കൊടുത്തിരുന്നു. അപ്പം ഇപ്പം നമ്മൾ നോക്കിയാലും ആ ശിക്ഷകളെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ ശിക്ഷകളെല്ലാം ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റെടുത്തു, തൻ്റെ ശരീരത്തിൽ വഹിച്ചു. വിശ്വസിക്കുന്ന ഏവർക്കും ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീർന്നു. അപ്പൊ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീർന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്താൽ ലഭിക്കാമായിരുന്ന എല്ലാ ശിക്ഷയും ക്രിസ്തു തൻ്റെ ജഡത്തിൽ വഹിച്ചു. അതുകൊണ്ടാണ് യേശു ന്യായപ്രമാണത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. ക്രിസ്തു പറഞ്ഞതുപോലെ പാലം ഇട്ടു എന്നതുകൊണ്ട്, ഞാൻ പാലം ദൂരെ നിന്ന് കണ്ടു എന്നതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല. എൻ്റെ പാപങ്ങൾക്കു വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു എനിക്ക് വേണ്ടി ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീർന്നു. വായിക്കാം റോമാലേഖനം 8:3-4. റോമാലേഖനം 8:3-4. ജഡത്താലുള്ള ബലഹീനത നിമിത്തം
ആരുടെ ജഡത്താല്? എനിക്ക് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിനു ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അങ്ങനെ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീർന്നു. ന്യായപ്രമാണത്താലുള്ള ശിക്ഷ എല്ലാവരുടെയും സകല ലോകത്തിനും വരാമാകുന്ന ന്യായപ്രമാണത്താലുള്ള ശിക്ഷ. ഇപ്പൊ ന്യായപ്രമാണം ഇല്ലാത്തവർക്കാണെങ്കിൽ പാപം ചെയ്യുന്നതിനുള്ള സകല ശിക്ഷയും. അപ്പം ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് എന്തോ ചെയ്യണം? ജാതികളായവർ എല്ലാവർക്കും പാപത്തിനൊരു ശിക്ഷ ഉണ്ടായിരുന്നു. ആ സകല പാപത്തിന്റെയും ശിക്ഷ ക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. പാപത്തിന് തന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. 4, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന്റെ നീതി എന്തുവായിരുന്നു? പാപം ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കും എന്നുള്ള ആ ന്യായപ്രമാണത്തിന്റെ നീതി. അപ്പൊ ആ ന്യായപ്രമാണത്തിന്റെ നീതി നമുക്ക് വാങ്ങിത്തരുന്നത് ശിക്ഷയായിരുന്നെങ്കിൽ ആ ശിക്ഷ കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയും കർത്താവിന്റെ നീതി നമുക്ക് തരികയും ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ കണക്ക് പുസ്തകത്തിൽ ആകെ ഉണ്ടായിരുന്ന അനീതിയുടെ കണക്കുകൾ മാത്രമായിരുന്നു. പക്ഷെ കർത്താവ് നമ്മളുടെ അനീതിയുടെ കണക്കുകളെയൊക്കെ അങ്ങ് മാറ്റിയിട്ട് സകല കണക്കുകളും തന്റെ നീതിയാൽ നമുക്ക് വേണ്ടി തന്നു. നമ്മുടെ കണക്കുകളെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് തന്റെ നീതി നമുക്ക് വേണ്ടി തന്നു. ഒരു വലിയൊരു എക്സ്ചേഞ്ച് ആണ് ക്രൂശിൽ നടത്തിയത്. നമ്മളെ ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിന്റെ നടുച്ചുമർ ഇടിച്ചു കളഞ്ഞു. ആ ന്യായപ്രമാണത്തിന്റെ ഉണ്ടാമായിരുന്ന എല്ലാ ശത്രുത്വങ്ങളെയും മാറ്റി ആ ശിക്ഷ മുഴുവൻ നമുക്ക് വേണ്ടി തന്റെ ശരീരത്തിൽ വഹിച്ച ന്യായപ്രമാണത്തിന്റെ അവസാനമായി മാറി. മതിലുകളെല്ലാം ഇടിച്ചു മാറ്റി പാലം പണിഞ്ഞു. വിശ്വസിക്കുന്ന ഏവർക്കും ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാവുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. റോമാലേഖനം 8:1-2. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം. അപ്പൊ നമുക്കുണ്ടായിരുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും ശിക്ഷയായിരുന്നു, അല്ലെങ്കിൽ പ്രമാണമായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് ക്രിസ്തുവിൽ ആയിത്തീർന്നിരിക്കുകയാണ്. അപ്പം അതുപോലെ നമ്മൾ പറയുന്ന എബ്രായ ലേഖനം 10:19-20 പറയുമ്പോൾ ആ പൂർണ്ണ പരമാർത്ഥ ഹൃദയത്തോടെ ഏത് സമയത്തും പിതാവിങ്കലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. പിതാവിങ്കലേക്ക് ഒരിക്കലും നമുക്ക് പ്രവേശനമില്ലായിരുന്ന സമയത്തെ കർത്താവ് ആ പ്രവേശനം സാധ്യമാക്കി തന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ആ ക്രിസ്തു മനുഷ്യരോടുള്ള ശത്രുത്വം മാറ്റി ദൈവത്തോടുള്ള ശത്രുത്വം മാറ്റി പിതാവിങ്കിലേക്ക് ഏറ്റവും അടുത്തു വരുവാനുള്ള കൃപ തന്നു. എബ്രായ ലേഖനം 10:19-20 മുതലുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 10:19. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി സൃഷ്ടിച്ചു, ഒരു പാലം സൃഷ്ടിച്ചു. തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ നമുക്കൊരു മഹാപുരോഹിതനും ഉള്ളത് കൊണ്ട് മഹാപുരോഹിതൻ ഇപ്പോഴും നമുക്ക് വേണ്ടി സദാ ജീവിക്കുന്നവനാണ്. ദൈവത്തിന്റെ വലതുഭാഗത്ത് നാം ദുർമനസാക്ഷി നീങ്ങുമാറി എന്ന് പറഞ്ഞാൽ നാം ഇനി പാപികളും നാം ദുർമനസാക്ഷി അങ്ങ് നീക്കിയിട്ട് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം ദൈവത്തിന്റെ വചനത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി
വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. ഇനി ഒരു വാളും ഇനി ശേഷിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ മരണത്തിങ്കൽ സകല സെപ്പറേഷനും ആശ്ചര്യമായതുള്ളതും അതുപോലെ തന്നെ ആ ഒരു കാണുവാൻ കഴിയാത്തതുമായ എല്ലാ സെപ്പറേഷനും മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ മരണത്താൽ ഇരുപക്ഷത്തെയും ദൈവത്തോട് ഒന്നാക്കി തീർത്തു. അപ്പൊ ആ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവർ എവിടെയാണ് ആയിത്തീരുന്നത്? കൃപയിലാണ് ആയിത്തീരുന്നത്. നാം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും നാം ക്രിസ്തുവിന്റെ കൃപയിലാണ്. കാരണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എനിക്കെല്ലാം ചെയ്യാമെന്നുള്ള സ്വാതന്ത്ര്യമില്ല. ക്രിസ്തുവിന്റെ കൃപയ്ക്ക് അകത്തുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ നമുക്കുള്ളൂ, അല്ലെ? കാരണം ദൈവം വലിയൊരു വിലയാ ചെയ്ത്. ഞാൻ കൃപയിലായിട്ട് എനിക്കിഷ്ടമുള്ളതും എനിക്ക് എന്റെ മനസ്സുള്ളതും ഒക്കെ ചെയ്യാമെന്ന് നമുക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. റോമർ 8:8. ഇപ്പോ ക്രിസ്തുവേശുകൾക്ക് ഒരു ശിക്ഷാവധി ഇല്ലെന്ന് പറഞ്ഞിട്ട് 8, 9, 10 എങ്ങനെയാ പറയുന്നത്? ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക. ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടില്ലെങ്കിൽ ആത്മാവ് നീതി നിമിത്തം ജീവിക്കേണ്ടതാകുന്നു. അപ്പൊ പണ്ട് ന്യായപ്രമാണത്തിൽ അടിമത്തത്തിലായിരുന്നവര് ജഡ സ്വഭാവമുള്ളവരായിരുന്നു. അവരിൽ ഒരു സെപ്പറേഷൻ എന്നും നിന്നിരുന്നു. നമുക്ക് ഈ സെയിം ന്യായപ്രമാണമാണ് ദൈവം തന്നിരുന്നെങ്കിലും നമ്മളുടെ ആ ജഡ സ്വഭാവങ്ങളൊക്കെ മാറ്റി ദൈവത്തിന്റെ വചനം കേൾക്കാനും അത് മനസ്സിലാക്കുവാനും ദൈവം നമ്മളുടെ ഹൃദയങ്ങളെ തുറന്നപ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ തന്നപ്പോൾ നാം ഇനി ജഡ സ്വഭാവമുള്ളവരല്ല. നാം ഇനി ഒരു വാളിന്റെ ഒരു സെപ്പറേഷന്റെ ഒരു അനുഭവം നമ്മളില്ല. ആ ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ, നമ്മളെ ന്യായപ്രമാണത്തിനല്ല, നാം ഇപ്പോൾ കൃപയ്ക്കാണ് അധീന. അപ്പം ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിനകത്ത് അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സത്യവചനത്തിനകത്തും ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനും കീഴിലുള്ളത് മാത്രമേ ഇപ്പോൾ ക്രിസ്തുവിൽ ഉള്ളവർക്ക് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ശിക്ഷയില്ല, ന്യായപ്രമാണത്തിന് ശിക്ഷയില്ല എന്നും പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് നമ്മുടെ കയ്യില് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുവരെയുള്ള പാപങ്ങൾ നമ്മുടെ നീക്കി കളഞ്ഞെങ്കിലും കഴുകിയെങ്കിലും ഇനി നാം പാപം ചെയ്താൽ നാം ചെയ്യുന്ന ഓരോ പാപത്തിനുള്ള ശിക്ഷ നാം അനുഭവിക്കേണ്ടി വരും. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പ്, ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പ് നിൽക്കേണ്ടി വരും. അത് പറഞ്ഞത് അവിശ്വാസികളോടല്ല, വിശ്വാസികളോടാ പറഞ്ഞ. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കണം. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാൽ നിൽക്കേണ്ടവർ എന്ന് പറയുമ്പോൾ, നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വരെയുള്ള സകല പാപങ്ങളും കർത്താവിന്റെ രക്തത്താൽ നമുക്ക് കഴുകിക്കളഞ്ഞു എങ്കിലും നാം ഇനി ജഡത്തിനല്ല ആത്മാവിനത്തിലെ അടിമത്തത്തിലായിരിക്കുമ്പോൾ, ആത്മാവിനെ അനുസരിച്ചാക്കുമ്പോൾ പാപം നമ്മൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇനി നാം പാപത്തിന് അടിമകളാക്കി പാപം നമ്മൾ കർത്തൃത്വം നടത്തുകയാണെങ്കിൽ നാം കൃപയ്ക്കല്ല, വീണ്ടും ജഡത്തിന് അധീനലായി പോകുമ്പോൾ നമുക്ക് ശിക്ഷയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുള്ളപ്പോൾ ഓരോ ശിക്ഷ, നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് പാപം ചെയ്യുകയില്ല എന്ന് നമുക്ക് പറയുവാനൊക്കത്തില്ല. നാം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഓരോ ദിവസവും നമ്മെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നാം മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ക്ഷമ പ്രാപിച്ച് ഓരോ ദിവസവും നിരന്നുകൊള്ളണം. വലിയൊരു നിരപ്പിന്റെ ശുശ്രൂഷ ക്രിസ്തു നമുക്ക് നൽകിയെങ്കിലും
ഓരോ ദിവസവും നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരക്ക് പ്രാപിക്കണം. കർത്താവ് നമുക്ക് പാലം പണിത് തന്നു, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നല്ല, ഓരോ ദിവസവും നാം നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടതാണ്. ദൈവം നമ്മെ ഓർപ്പിപ്പിക്കുമ്പോൾ അതാണ് പൂർണ്ണമായ സമർപ്പണം എന്ന് പറയുന്നത്. നാം ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ, ഞാൻ പറയുന്ന ചിന്തയിലോ സ്വപ്നത്തിലും കൂടെ പിഴച്ചു പോകാവുന്ന മനുഷ്യരാണ് നാം. അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസവും പറയണം, കർത്താവെ, അറിഞ്ഞും അറിയാതെ മനസ്സോടും മനസ്സുകൂടാൻ ചെയ്തു പോയി എല്ലാ പാപങ്ങളെയും ക്ഷമിക്കണേ. വാക്കിലെ പ്രവൃത്തിയിലെ ചിന്തകളിലെ വിചാരങ്ങളിലെ സ്വപ്നത്തിൽ കൂടെ പിഴച്ച എല്ലാ പിഴകളെയും ക്ഷമിക്കണമെന്ന് ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർ, പരിശുദ്ധാത്മാവ് നമ്മെ അങ്ങനെ പ്രാർത്ഥിപ്പാൻ പ്രേരിപ്പിക്കും. അതിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ നേടിയെടുക്കാനല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നൽകിയിരിക്കുക. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടത്. ലോക സ്ഥാപനത്തും നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത ദൈവം, നമ്മെ ക്രിസ്തുവിൽ ദത്തെടുത്ത ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകി അവന്റെ വഴികളിൽ നമ്മെ നടക്കുമാറാക്കി തന്റെ പുത്രന്റെ അനുരൂപതയിലേക്ക് നാം എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. അവൻ മുന്നറിഞ്ഞവരെ അവൻ തന്റെ സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചും ഇരിക്കുന്നു. അല്ലെ? അങ്ങനെ തേജസ്കരിച്ചും ഇരിക്കുന്ന ആ തേജസ്കരണത്തിലേക്ക് ദൈവം നമ്മെ ആക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആദ്യ ഗഡുവായി തന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ട പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ദിവസവും ക്രൂശിക്കപ്പെട്ട അവസ്ഥയിൽ മുമ്പോട്ട് പോകണം. അപ്പൊ ക്രിസ്തു നമുക്ക് സമാധാനം ഉണ്ടാക്കി തീർത്തു. നാം സമാധാനം ഇല്ലാതിരിക്കുന്ന പ്രവൃത്തികൾ ദൈവത്തോട് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം എന്നോട് ഇടപെട്ട ഒരു വാക്യമാണ്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. മാർത്ത അവിടെ ഉണ്ടായിരുന്നു. മാർത്ത പല കാര്യങ്ങളിൽ വ്യാപൃതയായിരുന്നപ്പോൾ ദൈവം കർത്താവ് മറിയോട് മാർത്തയോട് പറയാണ്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. നല്ല അംശം തിരഞ്ഞെടുക്കാൻ ദൈവം നമ്മെ വിളിച്ച്. നല്ല അംശം എന്താ? അവന്റെ തേജസ്കരണത്തിലൂടെ നമ്മൾ അംഗങ്ങളായി തീരുക എന്നുള്ളത്. അപ്പോൾ നല്ല അംശം തിരഞ്ഞെടുത്തവരാണ് നാം. ആ തെരഞ്ഞെടുത്തവർ നല്ല അംശം സൂക്ഷിക്കുക എന്നുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നതാണ്. ഈ ലോകത്തിൽ കുറച്ച് നാൾ ജീവിച്ച് 70-80 വർഷം ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചു എന്നതല്ല, ഞാൻ എത്രത്തോളം എന്നെ തന്നെ ശുദ്ധിയുള്ളതാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീതിയോടെ നടപ്പാൻ, വിശുദ്ധിയോടെ നടപ്പാൻ ഓരോരുത്തരെ ഇടയാക്കട്ടെ. നമ്മെ തന്നെ ശോധന ചെയ്യുക. ദൈവത്തിന്റെ വചനത്തിന് മുമ്പില് ദൈവത്തിന്റെ ആത്മാവിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാണ്. അപ്പം ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അപ്പൊ ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനോ ഒന്നും വ്യത്യാസവുമില്ലാതെ നാം എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നായി തീർന്നു. ഗലാത്യലേഖനം 3:26-27-28. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിക്കാൻ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നുമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നത്രേ. അപ്പൊ ക്രിസ്തുവിൽ ഒന്നാണ്. പഴയ നിയമത്തിൽ ഇതെല്ലാം പറഞ്ഞിരുന്നു എങ്കിൽ അതൊന്നും
അവർക്കത് മർമ്മമായിട്ടാണ് ഇരുന്നത്. ആ മർമ്മം പുതിയ നിയമത്തിലാണ് വെളിപ്പെട്ടത്. ഏക ക്രിസ്തുവിൻ കൂട്ടവകാശികളും ജാതീയ ക്രിസ്തുവേശുകളും കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാക്തത്വനും പങ്കാളികളും ആകുമെന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ ആക്കി തീർത്തു. സഭ എന്ന് പറയുന്നത് തികച്ചും പുതിയതാണ്. പഴയ നിയമത്തിന്റെയോ യഹൂദ വംശത്തിന്റെയോ തുടർച്ചയല്ല സഭ എന്നുള്ള പുതിയൊരു എൻറ്റിറ്റിയാണ് സഭ എന്ന് പറഞ്ഞ പുതിയൊരു സ്ഥാപനമാണ്. അത് ക്രിസ്തുവേശുവിലുള്ളവർ ആ സഭയുടെ ഭാഗമായി തീർന്നു. വിശ്വസിക്കുന്ന യഹൂദനും വിശ്വസിക്കുന്ന ജാതിയും ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നു. അങ്ങനെയുള്ളവരെയാണ് സഭ എന്ന് പറയുന്നത്. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി ചേരും. ഈ ക്രമീകരണത്തിൽ ക്രിസ്തുവിന്റെ ആ ക്രൂശിലെ മരണത്താൽ ഉണ്ടായി ചേർന്ന് ജാതികൾക്ക് യഹൂദന്മാർക്ക് തുല്യമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നേരത്തെ ദാസന്മാരായിരുന്നു. ന്യായപ്രമാണത്തിന്റെ അവകാശങ്ങളൊക്കെ യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ജാതികൾക്കും അതിന്റെ അവകാശം ഉണ്ടായി തീർന്നു. ദേശീയ പരിഗണന ഉണ്ടായിരുന്നു. എപ്പോഴും ദേശീയ പരിഗണനകൾ ഉണ്ടെങ്കിലും യഹൂദരും ജാതികളും ഒരുപോലെ ക്രിസ്ത്യാനികൾ എന്ന പേരിന് അർഹരായി തീർന്നു. ഒന്ന്, എല്ലാ അവകാശങ്ങളും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി യഹൂദന്മാരും യവനന്മാരും എല്ലാവരും ഒരുപോലെ ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനികളായി തീർന്നു. അപ്പം ഇരുപക്ഷക്കാരും ഒരുപോലെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളായി മാറി. അവർക്ക് പിന്നെ അതുപോലെ തന്നെ ആ യഹൂദന്മാർക്ക് മാത്രം ഒരു രാജ്യമുണ്ടായിരുന്നു, ദൈവം രാജാവായിരിക്കുന്ന രാജ്യം. ഇപ്പോൾ അത് നമുക്കെല്ലാവർക്കും ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി തീർത്തു. ദൈവരാജ്യം എന്ന പദവി, ആ ദൈവരാജ്യത്തിന്റെ ദൈവം ആ രാജാവായിരിക്കുന്ന രാജ്യത്തിന്റെ അവകാശികളാകുവാനായിട്ട് ഇടയായി തീർന്നു. ഇനി വിശ്വസിക്കുന്ന യഹൂദന്മാരും ഇനി ന്യായപ്രമാണത്തിന് അധീനരല്ല. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി മാറി. ഇപ്പോഴും ന്യായപ്രമാണത്താൽ സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത അനേക യഹൂദന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു ന്യായപ്രമാണത്തിന് അവസാനമായി മാറി. വലിയൊരു ശത്രുത്വം തന്റെ ആ ക്രൂശിലെ മരണത്താൽ ക്രിസ്തു ആക്കി തീർത്തു. അപ്പൊ ഇനി നമുക്ക് 15-ാമത്തെ വാക്യം. സമാധാനമുണ്ടാക്കിക്കൊണ്ട് ക്രിസ്തു സമാധാനമായി തീർന്നു. ഇരുപക്ഷത്തെ ഒന്നാക്കി വേർപാടിന്റെ നടിച്ചുവൾ ഇടിച്ചു കളഞ്ഞ് ക്രൂശിന്മേൽ വെച്ച് ആ ന്യായപ്രമാണം എന്ന ചട്ടങ്ങളും കൽപ്പനകളുമായ ശത്രുത്വം ഇല്ലാതാക്കി ഇനി സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു. അപ്പം ഇരുപക്ഷത്തെയും യഹൂദന്മാരെയും ജാതികളെയും ക്രിസ്തുവിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു. അപ്പം സമാധാനം ഉണ്ടായാൽ മാത്രമേ ഒന്നായി ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. കാൽവറിയിൽ ക്രിസ്തു അത് ഒന്നായിട്ട് തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി കടന്നുപോയ മഹാപുരോഹിതൻ അല്ലെ. അപ്പൊ ആ തൻ്റെ ജഡത്താൽ ഇരുപക്ഷത്തെയും ആ സെപ്പറേഷനൊക്കെ മാറ്റി ഒരേ പുതുമനുഷ്യനാക്കി തീർത്തു. പഴയ മനുഷ്യൻ മാറി പുതുമനുഷ്യനായി തീർന്നു. എല്ലാവരും വിശ്വസിക്കുന്ന യഹൂദന്മാരും ജാതികളും ഒരുപോലെ ക്രിസ്തുവിൽ ഒരേ പുതുമനുഷ്യനായി തീർക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഏവരും ക്രിസ്തുവിൽ പുതുമനുഷ്യനായി തീരുകയും ദൈവത്തോട് സമാധാനം പ്രാപിക്കുകയും ചെയ്തു. ദൈവത്തോട് സമാധാനമില്ലായിരുന്നു അല്ലെ. അപ്പം ആ ഒരു ദൈവത്തോട് സമാധാനം ഉണ്ടായിക്കൊണ്ട്, അതല്ലേ നമ്മൾ റോമാലേഖനം 5:1 വായിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നേരത്തെ നമുക്കാർക്കും ദൈവത്തോട് സമാധാനമില്ലായിരുന്നു. എന്തുകൊണ്ട്? നമുക്ക് പാപം നമ്മുടെയും ദൈവത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വലിയ മതിലായിരുന്നു. ആ പാപത്തിന്റെ ശിക്ഷയെല്ലാം കർത്താവായ യേശുക്രിസ്തു തന്റെ ജഡത്തിൽ മാറ്റി പാപത്തെ കംപ്ലീറ്റ്ലി മാറ്റി കഴിഞ്ഞപ്പോൾ ദൈവവും നമ്മൾ എന്നുള്ള ആ ഒരു വലിയൊരു മതിൽ, പാപം എന്ന മതിൽ ഇടിച്ചു മാറിയിട്ട് സമാധാനമുണ്ടാക്കി. അപ്പം ദൈവത്തോട് സമാധാനമുണ്ടായി.
പീസ് വിത്ത് ദ ഗോഡ്. അപ്പം സമാധാനം ഉണ്ടായവർക്ക് പീസ് ഓഫ് ഗോഡ് ഉണ്ടാകും. സമാധാനം ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകും. അപ്പം ദൈവത്തോട് സമാധാനമുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകുകയുള്ളൂ. നമുക്ക് യോഹന്നാന്റെ ലേഖനം യോഹന്നാന്റെ സുവിശേഷം 14:27, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പം നമ്മൾ ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി വെച്ചേച്ചേ ക്രിസ്തുവിന്റെ സമാധാനം നമുക്ക് തന്നു അല്ലേ. ഒരിക്കലും ദൈവത്തോട് സമാധാനമില്ലാത്തവർക്ക് ദൈവത്തോട് സമാധാനവുമായി ആ സമാധാനം നമ്മുടെ ഉള്ളിലാക്കരുത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും എല്ലാം ദൈവത്തോട്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്നൊരു സമാധാനം, ആ സമാധാനം അനുഭവിച്ചവര് ദൈവത്തോട് സമാധാനം ആ സമാധാനം അനുഭവിക്കുന്നവർ ദൈവത്തോട് സമാധാനം പ്രാപിച്ചവരാണ്. ദൈവത്തോട് സമാധാനം പ്രാപിച്ചവർക്ക് മാത്രമേ അങ്ങനെയുള്ള സമാധാനം കിട്ടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആ സമാധാനത്തിലേക്ക് ദൈവം നമ്മെ ആക്കി തീർത്തു. അപ്പം ആ പാപത്തിന്റെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ സെപ്പറേഷന്റെ മൂല കാരണമായ പാപം മാറ്റിക്കളഞ്ഞു, ദൈവത്തോട് സമാധാനമുണ്ടാക്കി, ക്രൂശിൽ മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി, ഏക ശരീരത്താൽ ക്രിസ്തുവിന്റെ ശരീരത്താൽ തന്നോട് ദൈവത്തോട് നിരപ്പിച്ചു. പാപത്തിന്റെ ശിക്ഷ തന്റെ ജഡത്തിൽ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി നമുക്ക് വേണ്ടി ശാപം ആയിത്തീർന്നു. ഗലാത്യലേഖനം 3:10 മുതൽ 13 വരെയുള്ള വാക്യം. ഗലാത്യലേഖനം 3:10 മുതൽ അതെല്ലാം പഠിച്ചതാണ്, എന്നിലും റിവിഷൻ. ഇതെല്ലാം ഒന്ന് ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ. ഗലാത്യലേഖനം 3:10, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നേ ഉള്ളൂ. ഇനി 13ാമത്തെ വാക്യം, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി തീർന്നു. ന്യായപ്രമാണത്താൽ നമുക്ക് ലഭിക്കാമായിരുന്ന എല്ലാ ശിക്ഷയും തന്റെ ജഡത്തിൽ ഏറ്റുവാങ്ങി ശിക്ഷ ഏറ്റെടുത്തു നമ്മെ കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചു. നമ്മുടെ കോപത്തിന്റെ ശിക്ഷ താൻ ഏറ്റുവാങ്ങി നമുക്ക് നീതിയായി തീർന്നു. ക്രിസ്തുവിന്റെ നീതി നമ്മിൽ കലക്കട്ടും. റോമർ 5:8 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ ആരായിരുന്നു? പാപികളായിരുന്നു, ബലഹീനരായിരുന്നു, ശത്രുക്കളായിരുന്നു. അങ്ങനെ ഇരുന്ന നമ്മളെ ക്രിസ്തു ദൈവത്തോട് അടുപ്പിച്ചു, നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ദൈവ കോപത്തിന് മാത്രം യോഗ്യതയുള്ളവരായിരുന്ന നമ്മളെ ക്രിസ്തു തന്റെ രക്തത്താൽ നീതീകരിച്ചു. 10ാമത്തെ വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാതെ ദൈവത്തിന്റെ കോപത്തിന് മാത്രം പാത്രീഭൂതരായിരുന്നു കോപമക്കളായിരുന്നു നമ്മെ പാത്രങ്ങളായിരുന്നു നമ്മെ കരുണാപാത്രങ്ങളാക്കി തീർത്ത ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ കരുണാസമ്പന്നനായ ദൈവം ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. എന്തുകൊണ്ട്? ആ ന്യായപ്രമാണത്തിന്റെ ശിക്ഷയെല്ലാം തന്റെ ജഡത്തിൽ ഏറ്റുവാങ്ങിയിട്ട് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, നമുക്ക് വേണ്ടി പാപമായി തീർന്നു.
തന്റെ ജഡശരീരത്താൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. കൊലോസ് ലേഖനം 1:19 മുതൽ 22 വരെ. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അവനിൽ 1:19 അവനിൽ സകല സമ്പൂർണ്ണയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലവും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും ദൈവം പ്രസാദം തോന്നി. 1:21 മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിനെ അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ശത്രുക്കളായിരുന്നു, ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരായിരുന്നു. അങ്ങനെയായിരുന്ന നമ്മളെ വിശുദ്ധരാക്കി, നിഷ്കളങ്കരാക്കി, കുറ്റമില്ലാത്തവരായി തന്റെ സന്നിധിയിൽ നിർത്തേണ്ടതിനെ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ക്രിസ്തു പിതാവ് പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞതുപോലെ തന്നെ പുത്രനും മരണം ആസ്വദിച്ചു എന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ച പുത്രൻ, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്ന പുത്രൻ. പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. പുത്രനും നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന പുത്രൻ. ആ ദൈവത്തോട് സമാധാനമില്ലായിരുന്നു നമ്മെ ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി തീർക്കുവാൻ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എന്തിനു വേണ്ടി? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ പാപത്തിനു വേണ്ടി. നമുക്ക് പറയാം സകല ലോകത്തിന്റെയും പാപത്തിനു വേണ്ടി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും പറയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും പറയണം, എന്റെ പാപത്തിന്റെ ശിക്ഷയ്ക്കായിട്ടാണ് ക്രിസ്തു ക്രൂശിന്മേൽ മരണം. എന്റെ പാപമാണ് ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കാരണമായി തീർന്നതെന്ന് പറയുമ്പോൾ ക്രിസ്തുവിട്ട പാലത്തിലൂടെ നാം കടന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അവനിൽ വിശ്വസിക്കുന്നവർ ക്രിസ്തുവിൽ ഒന്നായി ചേരും. അതുപോലെ തന്നെ ദൈവത്തോട് സമാധാനം പ്രാപിക്കും. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം അധ്യായത്തിൽ കർത്താവ് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. അന്ന് തന്റെ യഹൂദന്മാരായ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചാണ് അത് പ്രാർത്ഥിച്ചതെന്ന് എങ്കിൽ അവർക്കത് മനസ്സിലായില്ല. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായി ചേർന്നമാരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജാതികളെ യഹൂദന്മാരും ഒന്നായി ചേർണമെന്ന പ്രാർത്ഥന. താൻ കടന്നു പോകാവുന്ന, താൻ ക്രൂശിലേക്ക് കടന്നു പോകാനായിട്ട് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാൽ സാധ്യമാകുന്ന വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17:20 ഇവർക്കു വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ, അവർ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജാതിയും യഹൂദനും ഒരുപോലെ നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും നമ്മിലാകേണ്ടത് തന്നെ. ക്രിസ്തുവും ദൈവം ഒന്നായിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ദൈവത്തിലാകണമെന്നുള്ള ആ ഒരു വലിയൊരു പ്രാർത്ഥന ദൈവം കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്തിന് മുമ്പ് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏ നിമിഷവും അനേകരിലൂടെ വചനം പ്രസിദ്ധമായി കൊണ്ടേയിരിക്കും. പൗലോസ് പറയുന്നുണ്ട്, ആ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. സമാധാനത്തിന്റെ സുവിശേഷം ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവിന്റെ വരവ് വരെ ആ സമാധാന സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. അന്നുവരെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം അതുവരെ ഈ സമാധാന സുവിശേഷം ലോകത്തിൽ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുക. നിരപ്പിന്റെ ശുശ്രൂഷ
ധരിപ്പിന്റെ ശുശ്രൂഷ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും എന്ന് നമുക്ക് 5 മിനിറ്റോടെയുള്ള 17-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. അവൻ വന്ന് നമുക്ക് സോറി അതിന് ഒരു കാര്യം പറഞ്ഞ ക്രൂശിലെ മരണത്താൽ സാധിക്കാൻ പോകുന്ന കാര്യത്തിനു വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. നമുക്കറിയാം എഫേസ്യ ലേഖനം 1:10 പറയുന്നുണ്ട്, ആ ഒരു പാർഷ്യൽ ആയിട്ടുള്ളൊരു പൂർത്തീകരണമാണ് അവിടെ നടന്ന ഒരു നമ്മള് 1:10 നമ്മൾ പഠിച്ചേ, ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായി ചേരുക എന്ന കാലസമ്പൂർണ്ണ വ്യവസ്ഥ. അത് പൂർണ്ണമായും സംഭവിക്കുന്ന കർത്താവിന്റെ വരവിങ്കിലാണെങ്കിലും അത് ക്രിസ്തുവിൽ യഹൂദന്മാരും യവനന്മാരും ഒന്നായി ചേരും എന്നുള്ള ഒരവസ്ഥ അവിടെ അതിന്റെ പാർഷ്യൽ പൂർത്തീകരണം അവിടെ ക്രൂശിൽ സംഭവിച്ചു. ക്രിസ്തുവിൽ എല്ലാവരും ഒന്ന്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദനും ജാതിയും ഒന്നായി ചേരും, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളായി ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരായി തീരും എന്നുള്ള അവസ്ഥ. ഇനി 17-ാമത്തെ വാക്യം, അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷം. ആര് വന്നു? ക്രിസ്തു വന്നു. ദൂരത്തായിരുന്ന നിങ്ങൾക്ക്, ദൂരത്തായിരുന്നത് ജാതികൾ, സമീപത്തുള്ളവർ യഹൂദർ എന്നിവർക്ക് സമാധാനം സുവിശേഷിച്ചു. ഇംഗ്ലീഷ് പറയുന്ന പ്രീഷ്ഡ് പീസ് എന്നാ പറഞ്ഞത്, സമാധാനം പ്രസംഗിച്ചു. ഞാനിപ്പോ പറഞ്ഞതുപോലെ അന്ന് നമുക്കറിയാം കർത്താവ് ആദ്യം തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ മരണശേഷം പ്രത്യക്ഷനായപ്പോ ആദ്യം പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? സമാധാനം, അല്ലെ? നിങ്ങൾക്ക് സമാധാനം. അതുവരെ അങ്ങനെ പറഞ്ഞിരുന്നില്ലായിരുന്നു, അല്ലേ? അത് കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞ നിങ്ങൾക്ക് സമാധാനം. നമ്മള് 14-ാമത്തെ വാക്കിൽ കണ്ടു ക്രിസ്തു നമ്മുടെ സമാധാനം. 15-ാം വാക്യം കണ്ടു ക്രിസ്തു സമാധാനം ഉണ്ടാക്കി. ആരോട്? ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി. അവൻ വന്നു, അതിന് വന്ന് സമാധാനം സുവിശേഷിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഞാൻ പറഞ്ഞായിരുന്നു യെശയ്യാവിന്റെ പുസ്തകം 9 സമാധാന പ്രഭു, അല്ലെ? ആ സമാധാന പ്രഭു വന്ന് സമാധാനമുണ്ടാക്കി. പഴയ നിയമത്തിലെ പൂർത്തീകരണം അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അവൻ വന്നു, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് സമാധാനം ഉണ്ടാക്കി, അല്ലെങ്കിൽ സമാധാനം പ്രസംഗിച്ചു. 1-2 വാക്യങ്ങൾ മാത്രം വായിച്ചു പോകാം. അപ്പൊ താൻ പ്രത്യക്ഷനായപ്പോൾ, തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം താൻ ശിഷ്യന്മാരോടുകൂടെ 40 ദിവസം അവിടെ ഉണ്ടായിരുന്നു. താൻ എന്താ പറയുക, പല പ്രാവശ്യമായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു നമുക്ക് കാണുന്നുണ്ട്. 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ശിഷ്യന്മാരുടെ അടുത്ത് വരുമ്പോൾ ആദ്യം പറയുന്ന ഒരു വേർഡ് ഉണ്ടായിരുന്നു, സമാധാനം എന്നുള്ളതാണ്. ലൂക്കോസ് 24:36 എടുക്കണമെന്നില്ല, ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം, നമുക്ക് അധികം സമയമില്ലല്ലോ. ലൂക്കോസ് 24:36 ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യോഹന്നാൻ 20:19 ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പൊ ഇനി 20:21 ഉണ്ട്, 20:26 ഉണ്ട്. അപ്പൊ സമാധാനം അവരോട് പറഞ്ഞു, അല്ലെങ്കിൽ അവരോട് പ്രസംഗിച്ചു. അപ്പൊ ശിഷ്യന്മാരോട് സംസാരിച്ച ആദ്യ വാക്കുകളിലൊക്കെ സമാധാനം. അവർ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. തങ്ങളോടുകൂടെ 3.5 വർഷം ഉണ്ടായിരുന്ന ക്രിസ്തു ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊന്നിനും പേടിയില്ലായിരുന്നല്ലേ? അത് കഴിഞ്ഞപ്പോ ക്രിസ്തുവിനെ യഹൂദന്മാര് ഘോഷിച്ചപ്പോൾ ഇനി തങ്ങളുടെ ഭാവി എന്താണെന്ന് അവർക്കൊരു ഭയവും പേടിയൊക്കെ വിളിച്ച് അവർ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുക, വാതിലടച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ നടുവ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനം സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ച ശിഷ്യന്മാർ അവരും സമാധാനം സുവിശേഷിച്ചു. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 10:34 കാണുവാനായിട്ട് കഴിയും. 34 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇപ്പോഴും ആ സമാധാന സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 10:34 അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം
ഗലീലയെ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലെ ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം അന്ന് യേശു പ്രസംഗിച്ച അതേ സുവിശേഷം ശിഷ്യന്മാരും പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. സമാധാനത്തിന്റെ സുവിശേഷം. അതുകൊണ്ടല്ലേ നമ്മള് എബ്രായർ 4 സമാധാനത്തിന്റെ സുവിശേഷം കാലിന് ചെരുപ്പാക്കിയും നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നു. സമാധാനം സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ ഞങ്ങൾ 2 കൊരിന്ത്യർ 5:20 ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിച്ചതുപോലെ ആകുന്നു. അപ്പം ആ ക്രിസ്തുവിന് പകരക്കാരായി നാം ഓരോരുത്തരും സുവിശേഷം സമാധാന സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ക്രിസ്തു സമാധാന സുവിശേഷം പ്രസംഗിച്ചു. ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ സമാധാന സുവിശേഷം പ്രസംഗിച്ചു. ഇപ്പോൾ തലമുറകളായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ സമാധാന സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. യെശയ്യാവ് 57:19 ഇങ്ങനെ പറയുന്നുണ്ട്, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം. അന്ന് അവർക്കൊരു മർമ്മമായിരുന്നു, എങ്കിലും ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. ആ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം അത് നടന്നുകൊണ്ടേയിരിക്കും. ആ വാക്യം കൂടെ വായിച്ചിട്ട് നിർത്താം. യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായം 19-ാം വാക്യം, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനമെന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. ഈ ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും എന്നുള്ള വാക്യം പലരും അതിനെ കോട്ടിമാട്ടിയിട്ട് ഞാൻ പറയുന്നത് സംഭവിക്കുമെന്നുള്ള കാര്യത്തില് എന്താ പറയുന്നേ, അങ്ങനെ ഒരു സുവിശേഷം പ്രചരിക്കുന്നുണ്ട്. അതല്ല പറഞ്ഞത്, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം. യഹൂദനും ജാതികൾക്കും ക്രിസ്തുവേശുവിനാൽ ദൈവത്തോട് സമാധാനം പ്രാപിച്ചു എന്ന് അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഞാൻ ഈ ഇടയ്ക്കൊരു മെസ്സേജ് ഇങ്ങനെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് സംഭവിക്കുമെന്ന്. അതല്ല, ഇതാണ് സംഭവം. അവിടെ ഭയങ്കര വിഷമം തോന്നി. പക്ഷെ അതിവിടെയാണ് യെശയ്യാവിലൂടെ കർത്താവ് മറ്റു പ്രവാചകന്മാരിലൂടെയും അരുളി ചെയ്ത വചനം നിവർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവിന്റെ 2ാമത്തെ വരവ് വരെ ആ ഒരു ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും ഒരേപോലെ സമാധാനം. നാം എല്ലാവരും ക്രിസ്തുവിൽ നിന്നാകുന്ന ദൈവത്തിൽ നിന്നാകുന്ന ദൂരസ്ഥരായിരുന്നു. ആ ദൂരസ്ഥരായിരുന്നു നമ്മെ ക്രിസ്തുവിൽ ഏക ശരീരത്താൽ ദൈവം ഒന്നാക്കി തീർത്തു, അല്ലെ? ദൂരസ്ഥരായിരുന്ന നാം ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു. പ്രത്യാശയില്ലാത്തവരായിരുന്നു. ലോകത്തെ ദൈവമില്ലാത്തവർ. അങ്ങനെയുള്ളവരെ ക്രിസ്തു തന്റെ ശരീരത്താൽ ഒന്നാക്കി തീർത്തു. ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി സമാധാനം ഉണ്ടായിക്കൊണ്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി, അല്ലെ? ക്രിസ്തുവെ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിച്ചു. ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി തീർത്തു. ഈ സമാധാനത്തിലേക്ക് ദൈവം നമ്മെ ആക്കി തീർത്തിന് ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടുള്ള സമാധാനം പ്രാപിച്ചവർ ദൈവ സമാധാനമുള്ളവരാക്കി നമ്മെ ദൈവം തീർത്തു. നമ്മളെന്നും ദൈവത്തോട് സമാധാനം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. അത് ദൈവം നാം ഓരോ ദിവസവും അത് ചെയ്യേണ്ടാണ്. നാം പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ അടിമപ്പെടുത്തി, അല്ലെ ക്രൂശിക്കപ്പെട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് നാം ആയിത്തീരണം. നാം സ്വഭാവത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ ശരീരത്തെ, അല്ലെ നമ്മുടെ ജഡത്തെ ക്രിസ്തുവിനോട് ആ ക്രൂശിന്മേൽ ക്രിസ്തു നമ്മെ നിരപ്പിച്ചു. ആ നിരപ്പിന്റെ വചനം മൂലമാണ് നാം ദൈവത്തിന്റെ മക്കളായി തീർന്നത്. ആ വചനം ഉള്ളിലുള്ളവർ ആ സമാധാനത്തിലായിത്തീർന്നു. എന്നും ദൈവത്തോട് സമാധാനമുള്ളവരായിരിക്കും, ദൈവത്തിന്റെ സമാധാനം ഉള്ളവരുമായിരിക്കും. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.